ഹലോ ഗൈസ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് വേം ചാമിങ്. സംഭവമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഒരു ടൂൾ ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ പേരാണ് വേം ചാമിങ് അഥവാ വേം ഗ്രണ്ടിങ്. സംഭവം വളരെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇത് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അതേപോലെ തന്നെ കൊതുക് ശല്യം നല്ലോണം ഉണ്ട്, അതുകൊണ്ട് കൊതുക് തിരി മസ്റ്റാണ്. അങ്ങനെ ആ ഒരു ഭാഗം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾ ഉണ്ടാക്കണം. അതിനായിട്ട് 2 വടിക്കഷ്ണം ആവശ്യമുണ്ട്. ഒരു വടിയിൽ കുറച്ച് കട്ടാക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടൂ. ഓക്കെ, അപ്പോൾ ആ ഒരു വടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വടി യൂസ് ചെയ്ത് റബ്ബ് ചെയ്ത് തുടങ്ങാം, അതായത് വൈബ്രേഷൻ ഉണ്ടാക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ കുറച്ച് സമയം ഇത് ചെയ്തു തുടങ്ങിയിട്ട് പക്ഷേ ഒന്നിനും കാണാനില്ല. അങ്ങനെ ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. ഇനിയൊന്ന് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കൊരു മണ്ണിര ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കൊരു സത്യം വെളിപ്പെടുത്താനുണ്ട്. അതായത് നമ്മളെ കേരളത്തിലെ മണ്ണിരക്ക് ഈ ട്യൂണൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം ചെയ്തിട്ടും ഒറ്റ മണ്ണിര പോലും വന്നില്ല. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? അതുകൊണ്ട് തന്നെ കുറേ സ്ഥലത്ത് ഒഴിച്ചിട്ട് ആകെ കിട്ടിയതാണ് ഇതിനെങ്കിലും. വേറൊന്നും വിചാരിക്കില്ലേ? അവനോടൊന്നും തോന്നല്ലെന്നല്ലേ?